എല്ലാവർക്കും നമസ്കാരം. നാമജപം, ജപയജ്ഞം, ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ പറഞ്ഞത്. എങ്ങനെയാണ് ജപയജ്ഞം നടത്തുക? യജ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്യാഗം, യാഗം, അങ്ങനെ പല അർത്ഥമുണ്ട്. അതായത് നമ്മുടെ കുറച്ച് സമയം, നമ്മുടെ കുറച്ച് ഊർജം ഇതെല്ലാം ത്യജിക്കുക. എന്തിനു വേണ്ടി? ജപത്തിന് വേണ്ടി. അങ്ങനെയാണ് ജപയജ്ഞം. ഒരു ലക്ഷ്യത്തോടു കൂടി ആ ഒരു നാമത്തെ ജപിക്കുന്ന ആ ഒരു കർമ്മത്തിനാണ് ജപയജ്ഞം എന്ന് പറയുക. അതായത് കാംക്ഷന്തേ കർമ്മണാം സിദ്ധി യജന്ത ഇഹ ദേവത ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിം അവഗച്ഛതി. അതായത് ദേവതകൾ നമ്മളെന്തിനാ ജപിക്കണേ? കാംക്ഷന്തേ കർമ്മണാം സിദ്ധി കാംക്ഷന്തേ. നമ്മളൊരു യജ്ഞത്തിനൊരു സിദ്ധി കിട്ടാൻ വേണ്ടി, ഈ ജപയജ്ഞം കൊണ്ട് നമുക്കൊരു സിദ്ധി കിട്ടണം, ഒരു ഗുണം കിട്ടണം. അപ്പോൾ ഒരു സിദ്ധി ആർജിക്കാൻ വേണ്ടി ദേവതകളെ ത്യജിക്കുന്നു, എന്ത് സമയം ജപിക്കുന്നു. അപ്പോൾ നമ്മളൊരു ദേവതയെ സങ്കല്പിച്ച് ആ ഏത് ഗുണമാണോ നമുക്ക് വേണ്ടത്, ഏത് സിദ്ധിയാണോ നമുക്ക് വേണ്ടത്, ആ സിദ്ധിക്ക് വേണ്ട ദേവതകളെ തിരഞ്ഞെടുത്ത് ആ ദേവതയുടെ മൂലമന്ത്രം ജപിക്കുക. എങ്ങനെയാണ് ജപിക്കുക? വർണ്ണലക്ഷണം ജപിക്കുക എന്ന് പറയും. വർണ്ണലക്ഷണം എന്ന് പറഞ്ഞെങ്കിൽ എത്ര അക്ഷരമുണ്ടോ അത്ര ലക്ഷം ജപിക്കാം. അപ്പം നമശിവായ മന്ത്രത്തിന് 5 അക്ഷരമാണ്, 5 ലക്ഷം ജപിക്കണം. ധന്വന്തരി മന്ത്രം 8 അക്ഷരമാണ്, 8 ലക്ഷം ജപിക്കണം. ഇങ്ങനെ വർണ്ണലക്ഷം ജപിച്ച് സിദ്ധി വരുത്തുക എന്നുള്ളതാണ് നാമജപയജ്ഞത്തിൽ വരുന്നത്. അവിടെ എങ്ങനെയാണ് ഈ 8 ലക്ഷമൊക്കെ ജപിക്കുക, അല്ലെങ്കിൽ 5 ലക്ഷം? അവിടെ ആദ്യം ഒരു 21 ദിവസം രാവിലെയും വൈകുന്നേരം ഒരു 108 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കണം, കോൺസെൻട്രേഷനോടുകൂടി, അതാ അക്ഷരസ്ഫുടതയോടുകൂടി. അപ്പോൾ ഒരു 21 ദിവസം 108 തവണ രാവിലെ, 108 തവണ ഈ ധന്വന്തരി മന്ത്രമായാലും വേണ്ടിയ, പിന്നെ ഏത് മന്ത്രമായാലും വേണ്ട, ശിവപഞ്ചാക്ഷായാലും ഏത് സിദ്ധിയാണോ, ഇപ്പോൾ ഗണപതി സിദ്ധിയാണ്, ഗണപതി കർമ്മ, ആ മന്ത്രത്തെ തിരഞ്ഞെടുത്ത് രാവിലെയും വൈകുന്നേരം 108 തവണ ജപിക്കുക. അതിനുശേഷം നമ്മൾ വർണ്ണലക്ഷണം. അപ്പോൾ നമശിവായാണെങ്കിൽ 5 ലക്ഷം വേണം, ധന്വന്തരി മന്ത്രമാണ് 8 ലക്ഷം. അപ്പോൾ അത് ഓംകാരം കൂട്ടിയിട്ട് ആകുമ്പോൾ അതാണ് 8 ആണ്, അല്ലെങ്കിൽ 5ഓ 6ഓ ആവാം. അപ്പോൾ ഈ 8 ലക്ഷം ഉണ്ടെങ്കിൽ അത് 100 ദിവസം കൊണ്ട് ജപിക്കണം. 100 ദിവസം കൊണ്ട് ഈ വർണ്ണലക്ഷണം ജപിക്കുക. 5 ലക്ഷം ആണെങ്കിൽ അപ്പോൾ ഒരു ദിവസം 5000 തവണ ജപിക്കണം. അപ്പോൾ 100 ദിവസം കൊണ്ട് 5 ലക്ഷമായി. 8 ലക്ഷം, 8 അക്ഷരം ഉണ്ടോ, 8 ലക്ഷമാണെങ്കിൽ ഒരു ദിവസം 8000 നാമം ജപിക്കണം. അങ്ങനെ 100 ദിവസം കൊണ്ട് ഈ വർണ്ണലക്ഷണം ജപിച്ചാൽ നമുക്ക് മനസ്സിനൊരു ഉണർവുണ്ടാവും. നമുക്കിതിന് എന്തോ ഒരു സിദ്ധി വന്ന പോലെ തോന്നും. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും, മനസ്സിനെപ്പോഴും സന്തോഷം, എന്ത് പോസിറ്റീവായിട്ട് കാണാനും ഊർജ്ജം കിട്ടിയ പോലെ നമുക്ക് തോന്നും. നമ്മുടെ വിഷമങ്ങളെല്ലാം അവസാനിച്ചതായിട്ട് തോന്നും. എല്ലാവരും നമുക്ക് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനും പ്രതികരിക്കാനും തോന്നും. അങ്ങനെയാണ് ഈ വർണ്ണലക്ഷണം ജപിക്കുക. 100 ദിവസം കൊണ്ട് വർണ്ണലക്ഷണം ജപിച്ചാൽ പിന്നെ അടുത്ത ലക്ഷ്യം ഇത് കോടി ജപം. ഒരു മന്ത്രം 1 കോടി തവണ ജപിച്ചാൽ നിങ്ങൾ ആനന്ദാവസ്ഥയെ പ്രാപിക്കും. അതാണ് കോടി ജപം എന്ന്. കോടി ജപിക്കുക. മന്ത്രത്തിന് 1 കോടി മന്ത്രം ജപിച്ചാൽ ഏതാണോ സിദ്ധി വേണ്ടത് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ കോൺസെൻട്രേഷൻ വേണം. നമ്മൾ ഈ ഹരേ രാമ ഹരേ കൃഷ്ണയൊക്കെ അവർ ആ മലയിലെ ധാരാളം ജപിക്കും. ഇതെല്ലാം ജപയജ്ഞത്തിനാണ്. ഏത് മന്ത്രമാണ് അതൊരു മന്ത്രമാണെങ്കിൽ അത് ഗുരുനാഥൻ്റെ അടുത്ത് എന്ന് ചോദിച്ച് ആ മന്ത്രത്തെ സ്വീകരിച്ച് ഇതുപോലെ കോടി ജപിക്കണമെങ്കിൽ 5 വർഷങ്ങളിൽ ചുരുങ്ങി എടുക്കും. 5 വർഷത്തിലുള്ള 1 കോടി ജപിച്ചാൽ ആനന്ദാവസ്ഥ എത്തുന്ന സൂക്ഷ്മമാണ്. എല്ലാവർക്കും അതിന് കഴിയട്ടെ. എല്ലാവർക്കും ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ധന്വന്തരിയേ നമഃ.